രജിഷയുടെ അച്ഛൻ ഒരു ആർമി ഓഫീസർ ആയിരുന്നല്ലോ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കുഞ്ഞിലെ മുതൽ ഭയങ്കര സ്ട്രിക്റ്റ്, ബോൾഡ്, അങ്ങനെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാം? അച്ഛൻ ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അച്ഛൻ്റെ കാര്യം അച്ഛൻ കറക്റ്റ് സമയത്തിന് എണീക്കും, എല്ലാം ചെയ്യും. അച്ഛൻ അങ്ങനെ രാവിലെ കിടന്നുറങ്ങുന്നൊന്നുമില്ല. പക്ഷെ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഓവർ സ്ട്രിക്ട്നെസ് ഒന്നും അച്ഛൻ കാണിച്ചിട്ടില്ല. ധ്രുവന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ സ്കൂൾ ജീവിതത്തിലുള്ള പ്രണയം, ആരോടെങ്കിലും ഒരു ക്രഷ്, ഒരു അങ്ങനെയൊക്കെ? തിരിഞ്ഞിരിക്കണ്ട. ഫസ്റ്റ് പ്രണയം തോന്നി എപ്പോഴാണ്? അങ്ങനെ ചോദിക്കും. ഇത് 1ാം ക്ലാസ്സിൽ പ്രണയം ഉണ്ടോന്ന് വെച്ചാൽ നിങ്ങൾ കുത്തി ഫസ്റ്റ് പ്രണയം അത് പറ. ഒരു 8ാം ക്ലാസ്സിലൊക്കെ ആയപ്പോ ഒരു ചേച്ചിയോട്, സീനിയർ ചേച്ചിയാണ്, ചേച്ചിയോടാണ് ഒരു തോന്നിയത്. പക്ഷെ അത് അങ്ങനെ നോക്കി നോക്കി അങ്ങനെ പോയി. നോക്കി 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 നിന്നു, കാത്ത് കാത്ത് കാത്തു നിന്നു. അപ്പൊ ചേച്ചി എന്ത് പറഞ്ഞു? അത് കേൾക്കട്ടെ. ചേച്ചി ഒന്നും പറഞ്ഞില്ല, ഞാൻ മിണ്ടിയിട്ടില്ല. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഭയങ്കര പേടിയായിരുന്നു ആ സമയത്ത്. ചേച്ചി കാണാൻ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. അതിലാണ് വീണത്. അപ്പോ ബസ് കയറാനൊക്കെ പോയി നിൽക്കും. എനിക്ക് ബസ്സൊന്നും കയറണ്ട, എനിക്ക് സൈക്കിൾ നടന്നു പോയാൽ മതി, അത്രേ ഉള്ളൂ, അടുത്താ. അപ്പൊ പുള്ളിക്കാരി ബസ് കയറാൻ വേണ്ടി പോയി നിൽക്കുമ്പോ ഞാൻ ഇപ്പുറത്ത് മാറി നിൽക്കും. എല്ലാരും ഉണ്ട്, അപ്പൊ എന്നെ നോട്ട് ചെയ്യൊന്നുമില്ല, എനിക്ക് കാണും ചെയ്യാം. അങ്ങനെ ആ ചേച്ചിക്ക് ഇതുവരെ അറിയില്ല. ചേച്ചിയുടെ പേരെന്താ? എന്തിനാ വെറുതെ. അതിനുശേഷം സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. സ്റ്റിൽ ബാച്ചുലർ, എൻജോയിങ് യുവർ സിംഗിൾ ലൈഫ് അല്ലേ? നീ എന്തിനാ ഇത്ര ദയനീയ എക്സ്പ്രഷൻ ഇടുന്ന? ഇതിപ്പോ വീട്ടിൽ പോയി ചർച്ച ചെയ്യുന്നവര്, വീട്ടിൽ പോയാലും ഇതേ ചോദ്യം, ഇവിടെ വന്നാലും ഇതേ ചോദ്യം. എന്റെ സത്യം അല്ലേ? അപ്പൊ ശരി, നമ്മള് ഈ കല്യാണത്തിന്റെ കാര്യം അങ്ങ് ചാപ്റ്റർ അടച്ചു വെക്കുന്നു. കുക്കിംഗ് നിങ്ങൾ രണ്ടുപേരിൽ ആരാ നന്നായി? ഈ ലോക്ക്ഡൌണിൽ പരീക്ഷ കുറെ സത്യമായിട്ട് സക്സസ് ആയിരുന്നു. ഞാൻ ഫലാഫൽ ഉണ്ടാക്കി. എന്താ സംഭവം? അതായത് ഷവർമയില്ലേ നമ്മുടെ, അതിന്റെ വെജിറ്റേറിയൻ ഓപ്ഷൻ ആണ്. ഇത്ര സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. റെസിപ്പിയാണ്, അടിപൊളിയായിരുന്നു. ഞാൻ പറയാം, തൊട്ടപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. എറണാകുളത്ത്. എന്നാ ഒരു കഷ്ണം വെജിറ്റേറിയൻ ആണ്, എന്നാ ഒന്ന് കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട്. അതൊന്നുമില്ല, സ്വയം കഴിച്ചിട്ട് പറയണേ. ഇനി ധ്രുവന്റെ ഈ പരീക്ഷണങ്ങളെ കുറിച്ചിട്ട് പറയൂ. ഞാനിപ്പോ ഈയിടെ പുതിയതായിട്ട് പഠിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും. അല്ലല്ല, ഞാൻ കാര്യമായിട്ട് പറയട്ടെ. അതെ, സത്യമായിട്ട് ഞാൻ കാര്യമായിട്ട് പറയാണ്. ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിക്ക് എന്താണ് പ്രശ്നം? അതിന് പ്രശ്നമില്ല, പക്ഷെ ഞാൻ പരീക്ഷിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതേപോലെ ഫലാഫൽ ഹലാഫൽ എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും സാധനമായിരിക്കും വരാൻ പോണത്. നോക്കിയിട്ടില്ല. അത് ഉരുളക്കിഴങ്ങ് ഈസ് കോമൺ. അതെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ട? ഗെയിം കളിക്കാം അല്ലെ? ജയിക്കുന്ന ആൾക്ക് മിഠായി ഉണ്ട്. ഞങ്ങൾ ഇത്ര നാളെ മിഠായി കൊടുക്കാറില്ല, അത് പുതിയതായിട്ടാണ് മിഠായി തരുന്നത്. മനസ്സിലായോ? പലതരം മിഠായികൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓരോരുത്തരും മുഖം കണ്ടിട്ടാണ്, അവർക്ക് ജീരക മിഠായി വരെ ഉണ്ട്. ചിലവരുടെ മുഖം കണ്ടിട്ടാണ് ചിലവർക്ക് നമ്മൾ ജീരക മിഠായി മതിയെന്ന് തോന്നും. എനിക്കിപ്പോ രജിഷയെ കണ്ടിട്ട് ജീരക മിഠായി, തോക്കുന്ന ആൾക്ക് പണിഷ്മെന്റ്. ഓക്കെ, റെഡിയാണോ? അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ മനോഹരമായിട്ടുള്ള ഗെയിമിലേക്ക് ഒന്ന് എത്തി നോക്കാം. വരും. അപ്പൊ നിങ്ങളുടെ ഗെയിമിനുള്ള നല്ല കളർഫുൾ ബോൾസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രജിഷ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ മഞ്ഞ മഞ്ഞ ബോളുകൾ കാണുന്നുണ്ടല്ലോ, മഞ്ഞ മഞ്ഞ ബോളുകൾ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള എല്ലാ കളേഴ്സ് ബോൾസും ഇങ്ങനെ ഊതി ഊതി താഴേക്ക് ഇടുക. ധ്രുവൻ ചെയ്യേണ്ടതും സെയിം കാര്യം തന്നെയാണ്, പക്ഷെ പച്ച ബോൾ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള മഞ്ഞ, ചുമപ്പ്, മജന്ത അതെല്ലാം ഊതി താഴെ ഇടണം. ടേബിൾ മാത്രം താഴെ ഇടരുത്, ബോൾസ് മാത്രം. ആൻഡ് നിങ്ങൾക്ക് നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കണം, അങ്ങനെ നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം, ഇറങ്ങി പോരുത് പ്ലീസ്, എന്റെ ജോലി കളയരുത്. ഇവിടെ നിന്നിട്ട് ഇത്ര സ്ഥലം ഇങ്ങനെ ഉപയോഗിച്ച് വട്ടം വട്ടം നാരങ്ങ പോലെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട്, സംഭവം മനസ്സിലായില്ലേ? ഈസി അല്ലേ? നിങ്ങളുടെ ആ ഒരു എന്താ പറയാ, ഈ ഊതുന്നതിന് എന്ത് ശക്തി എന്നാ പറയാ? വായുശക്തി. യെസ്. അപ്പൊ ധ്രുവന്റെയും രജിഷയുടെയും നമ്മള് ഈ പറഞ്ഞ വായുശക്തി പരീക്ഷിക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ ലെറ്റ്സ് സ്റ്റാർട്ട് മ്യൂസിക്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. യെല്ലോ ബോൾസ് ആണ് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാം കളയുന്നത്. ഇതിനപ്പുറം ചാടി കടന്നവനാണ് ധ്രുവൻ ഗ്രീൻ ബോൾ കളയരുത്. ധ്രുവന്റെ യെല്ലോ അല്ല, ഗ്രീൻ ആണ്.
രജിഷയുടെയാണ് യെല്ലോ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? രജിഷ യെല്ലോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഊതിക്കളയ. ധ്രുവൻ ഗ്രീൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ കളേഴ്സും ഊതണം. ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. ഓക്കെ, യെസ് യെസ്, നമുക്ക് 1 മിനിറ്റ് സമയമാണ് ഉള്ളത്. അതിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അപ്പൊ ഒരു നമുക്ക് ഇവിടെ പ്രശ്നമുണ്ട്. കാണാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, അതായത് 3 ഗ്രീൻ ധ്രുവന് കൊടുത്തിരുന്ന ഗ്രീൻ ബോൾസ് ആയിരുന്നു. അത് 3 എണ്ണം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് 4 പച്ചുണ്ടല്ലോ, 4 മഞ്ഞുണ്ടല്ലോ. 4 മഞ്ഞുണ്ട്, പക്ഷെ ബാക്കിയുള്ള 4 ബോൾസ് പച്ചയുണ്ട്. കൂടുതൽ പാടില്ല. അവിടെയാണ് നമ്മള് ഒരു തെറ്റ് പറ്റിയത്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. അപ്പൊ ഈ ഗെയിമില് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ജയിച്ചിരിക്കുന്നത് നമ്മുടെ സുന്ദര പുരുഷൻ ധ്രുവനാണ്. വലിയൊരു കയ്യടി. അപ്പൊ ധ്രുവന് വേണ്ടിട്ട് വലിയൊരു മിഠായിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എവിടെ? ജീരക മിഠായി അല്ല, വലിയൊരു മിഠായി. ദിൽറുബ. 3 അതാണ് ധ്രുവൻ കളിച്ച ഗെയിമിന് സ്റ്റാൻഡേർഡ് അതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡേർഡ് ചോക്ലേറ്റ് ഇറക്കിയത്. രജിഷയ്ക്ക് ശരിക്കും ജീരക മിഠായി എന്താ പറയാ എനിക്ക് അറിയില്ല. നമുക്ക് പണിഷ്മെന്റ് കൊടുക്കണ്ടേ? ശരിക്കും നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം. ഒരു രസം വേണ്ടേ? എന്തോ പണിഷ്മെന്റ് എന്തോ പണിഷ്മെന്റ് എന്ന് വെച്ചാൽ അത് സിമ്പിൾ ആണ്. അതായത് രജിഷയ്ക്ക് നമ്മളൊരു പാട്ട് തരും, ഒരു റൊമാൻറ്റിക് സോങ്. ആ പാട്ട് കൊളാക്കി പാടണം. അത് ഞാൻ നന്നായി പാടിയാൽ തന്നെ കൊളായിക്കോളൂ. കമോൺട്രാ. മിന്നി കണ്ണു ചിമ്മി നിന്നെ നോക്കി പാവപ്പോൾ ഞാൻ ഇരിപ്പു വിങ്ങി വിങ്ങി ഒന്നും മിണ്ടാൻ ഒന്നടുക്കാൻ I know മോളെ, I know. ഞാൻ അപ്പൊ ആർക്കാ പണിഷ്മെന്റ്? നമുക്ക് പണിഷ്മെന്റ് കിട്ടിയ പോലെ. പക്ഷെ രസായി അല്ലേ? നല്ല ക്യൂട്ടായിട്ട് ആ സ്പോണ്ടേനിയസ് ആയിട്ട് അത് പാടിയതാണ് ഞങ്ങളുടെ സന്തോഷം.